ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. സ്നേഹസമ്പൂർണവും സന്തോഷസമൃദ്ധവുമായ നല്ല നാളുകൾ പുലരട്ടെ. ഏവർക്കും ഹൃദ്യമായ വിഷു ആശംസകൾ. വിഷു വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാലക്കാട് വിഷുനാളിൽ വിഷുക്കഞ്ഞിയാണ് സാധാരണ ഉണ്ടാക്കാറ്. വളരെ സ്വാദിഷ്ടമായ വിഷുക്കഞ്ഞിയും ചക്കപ്പുഴുക്കും വിഷുക്കട്ടയുമാണ് ഇന്നുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് വിഷുക്കഞ്ഞി തയ്യാറാക്കാം. ഇതിന് വേണ്ടത് 1 കപ്പ് പച്ചരി, 1/4 കപ്പ് ചെറുപയർ, 1/4 കപ്പ് പുളിയവര എന്നിവയാണ്. പച്ചരിക്ക് പകരം കുത്തരിയിലും ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഫ്രഷ് തേങ്ങാപ്പാലാണ്. വിഷുക്കഞ്ഞിക്കും വിഷുക്കട്ടയ്ക്കും ആവശ്യമുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഒരു തേങ്ങ ചിരവിയതിൽ നിന്നുമാണ് 1-ാം പാലും 2-ാം പാലും തയ്യാറാക്കുന്നത്. 3 കപ്പ് തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് 3 കപ്പ് ഇളം ചുടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇളം ചുടുവെള്ളം ഉപയോഗിച്ച് തേങ്ങ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ അളവിൽ കിട്ടും. തേങ്ങ ഒരുപാട് അരയ്ക്കരുത്, ഒന്ന് അടിച്ചെടുത്ത ശേഷം അരിച്ചെടുക്കുക. നമ്മുടെ 1-ാം പാൽ റെഡി. ഇനി പാൽ പിഴിഞ്ഞ തേങ്ങ വീണ്ടും മിക്സി ജാറിലേക്കിട്ട് 6 കപ്പ് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുക. അതിനുശേഷം അരിച്ചെടുക്കുക. കുറച്ച് നേർത്ത 2-ാം പാലും തയ്യാറായി. ഇനി ഈ തേങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടായി യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 1-ാം പാലും 2-ാം പാലും തയ്യാറായി. ഇനി നമ്മൾക്ക് കഞ്ഞിക്കുള്ള 2 തരം പയറുകളും വറുത്തെടുക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. ചൂടായ പാനിലേക്ക് 1/4 കപ്പ് പുളിയവരിയിട്ട് സിമ്മിൽ വറുക്കുക. മൂത്ത് മണം വരുമ്പോൾ കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ 1/4 കപ്പ് ചെറുപയർ കൂടി വറുത്തെടുക്കാം. സിമ്മിൽ മണം വരുന്നത് വരെ വറുത്ത് മാറ്റിവെക്കുക. ഇനി രണ്ടും നല്ലപോലെ തണുക്കാൻ വയ്ക്കാം. ആറിയ ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. പയർ 1-2 ലേശം അരഞ്ഞാൽ മതി. അമ്മിയിലിട്ട് അരഞ്ഞെടുത്താലും മതി. കഞ്ഞിക്കുള്ള 1 കപ്പ് അരി ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. നമ്മൾ ഇന്ന് കുക്കറിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. ഇതിന് ഗ്യാസ് കത്തിച്ച് കുക്കർ വയ്ക്കുക. അരി കഴുകിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുക്കറിലേക്ക് പൊടിച്ച പയറും പുളിയവരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് 3 വിസിൽ വരെ വേവിക്കുക. 3 വിസിലിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം കുക്കർ തുറക്കുക. നമ്മുടെ അരിയും ധാന്യങ്ങളുമെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഗ്യാസ് കത്തിച്ച് കുക്കർ വയ്ക്കുക. ഇനി കഞ്ഞിയിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് 1-ാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് 1-ാം പാൽ എടുത്തതെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. അല്ലെങ്കിൽ പാൽ തിളച്ച് വരുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വെള്ളം ചേർത്താണ് 1-ാം പാൽ എടുത്തത്. അതുകൊണ്ട് കുറച്ച് നേരം തിളപ്പിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ നല്ല സ്വാദുള്ള വിഷുക്കഞ്ഞി തയ്യാർ. പല സ്ഥലത്തും ഈ വിഷുക്കഞ്ഞി ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ചിലർ തേങ്ങാപ്പാൽ ചേർക്കാറില്ല, തേങ്ങ ചിരവിയത് മാത്രം ചേർത്താണ് ഉണ്ടാക്കാറ്. തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ സ്വാദ് കൂടും. ഈ വിഷുവിന് എല്ലാവരും വിഷുക്കഞ്ഞി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഇതുണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കുന്ന ജോലി പ്രയാസമുള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ റെഡിമെയ്ഡായി മേടിക്കുവാൻ കിട്ടും. അതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നേർപ്പിച്ചാൽ 1-ാം പാലും 2-ാം പാലും ഈസിയായി തയ്യാറാക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കപ്പുഴുക്കാണ്. അധികം പഴുക്കാത്ത മൂത്ത ചക്കയാണ് ഇതിന് വേണ്ടത്. കയ്യിൽ ലേശം എണ്ണ തടവിയാണ് ചക്കച്ചുള പറിക്കുന്നതെങ്കിൽ കയ്യിൽ പശ ഒട്ടിപ്പിടിക്കില്ല. ചക്ക മുറിച്ച് ചെറിയ പീസുകളായി മുറിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ നടുക്കുള്ള ഭാഗം മൂക്ക് എന്നാണ് പറയുക. മൂക്ക് ചെത്തി കളഞ്ഞതിന് ശേഷം ചക്കച്ചുള പറിച്ചെടുക്കുക. ചക്കച്ചുളയും കുരുവും വെവ്വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചക്ക മുറിച്ച കത്തിയിൽ ധാരാളം ചക്കപ്പശ ഉണ്ടാവും. ഇത് കളയാനൊരു സൂത്രം പറഞ്ഞു തരാം. പലർക്കും ഇതറിയാമായിരിക്കും. കത്തിയിലെ പശ കളയുവാൻ ഗ്യാസ് കത്തിച്ച് നാളത്തിൽ കത്തി വെച്ച് 1 മിനിറ്റിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി. ഇനി ചക്കച്ചുള ചെറിയ പീസുകളായി അരിഞ്ഞെടുക്കുക. വളരെ കുറച്ച് ചക്കക്കുരു കൂടി വൃത്തിയാക്കിയെടുക്കാം. ചക്കക്കുരു ഫ്രഷ് ആയതുകൊണ്ട് തോല് കളയാൻ കുറച്ച് കഷ്ടമാണ്. ഉണങ്ങിയ ചക്കക്കുരു വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഉണങ്ങിയതുകൊണ്ട് തോല് പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റാൻ കഴിയും.
അതും പ്രയാസമാണെങ്കിൽ ചക്കക്കുരു കുക്കറിലിട്ട് 2 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം തോല് കളയുകയാണെങ്കിൽ വളരെ സിമ്പിളായി തോല് ഇളകി വരും. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ വയ്ക്കാം. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച ചക്കച്ചുളയും കുറച്ച് കുരുവും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ചക്ക മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചക്കയിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം കൂടി ആകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടും. പിന്നെ വെള്ളം വറ്റിച്ചെടുക്കാൻ കൂടുതൽ സമയം ഗ്യാസിൽ വെക്കേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം വയ്ക്കുക. 1 സ്പൂൺ കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 3 വിസിൽ വരെ വേവിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കാം. ഈ സമയം നമ്മൾക്ക് ചക്കപ്പുഴുക്കിനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിൽ 2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/2 സ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. വെളുത്തുള്ളി ചേർക്കാതെയാണ് സാധാരണ പുഴുക്കുണ്ടാക്കാറ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വെളുത്തുള്ളി അത്യുത്തമമായതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. വേവാനുള്ള സൗകര്യത്തിന് കുറച്ചുകൂടി വലിയ കുക്കറിലാണ് ചക്ക വേവിച്ചത്. ചക്ക ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചക്കപ്പുഴുക്ക് ഒരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ നമുക്കിത് ചട്ടിയിൽ തയ്യാറാക്കാം. ഗ്യാസിൽ ഒരു മൺചട്ടി വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഈ താളിപ്പ് ഓപ്ഷനിലാണ്. ഇത് താളിക്കാതെയും പുഴുക്ക് തയ്യാറാക്കാം. ഇനി നമ്മൾക്ക് വേവിച്ച ചക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ അരച്ച തേങ്ങ ചേർക്കുക. ഈ സമയം നമ്മൾക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. പോരാത്തതുകൊണ്ട് 1/2 സ്പൂൺ ഉപ്പുപൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് കുറുകിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് അടച്ച് 10 മിനിറ്റ് വയ്ക്കുക. നല്ല ടേസ്റ്റി ചക്കപ്പുഴുക്ക് റെഡി. ഇനി നമ്മൾക്ക് കഞ്ഞിയും പുഴുക്കും സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് നല്ല ചൂടുള്ള കഞ്ഞി ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ ചക്കപ്പുഴുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും കൂടി വിളമ്പാം. പപ്പടവും മുളക് വറുത്തതും കൂടിയായാൽ ഊണ് കുശാലായി. ഈ കോംബോ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ആരോഗ്യത്തിന് വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി വിഷുവിന് നിങ്ങളുടെ നാട്ടിൽ സദ്യയാണ് ഉണ്ടാക്കാറെങ്കിൽ വേറൊരു ദിവസം ഇതുണ്ടാക്കി കഴിച്ചു നോക്കൂ. ഇനി അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്നത് വിഷുക്കട്ടയാണ്. ചില സ്ഥലങ്ങളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വിഷു ദിവസം ഉണ്ടാക്കുന്ന സ്പെഷ്യൽ വിഭവമാണ് വിഷുക്കട്ട. ഇത് മാങ്ങാക്കറി അല്ലെങ്കിൽ തക്കാളിക്കറി എന്നിവയുടെ കൂടെയോ ശർക്കരപ്പാനിയിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊഴിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വിഷുക്കട്ട തയ്യാറാക്കാം. ഇതിന് 1/2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്കിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിനു ശേഷം വെള്ളമൊഴിച്ച് 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഗ്യാസ് കത്തിച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഞാൻ ഉരുളിയിലാണ് ഇതുണ്ടാക്കുന്നത്. ഇനി ഉരുളിയിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 2.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. എത്ര അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ 5 ഇരട്ടി തേങ്ങാപ്പാൽ ചേർക്കുക. രണ്ടാം പാലിലാണ് അരി വേവിക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അരി ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഹൈയിലോ മീഡിയത്തിലോ ആണ് വെക്കേണ്ടത്. അരി ഒരുപാട് വെന്ത് ഒഴിയരുത്. അതുകൊണ്ട് സിമ്മിൽ വെക്കാതെ ഗ്യാസ് ഹൈയിലോ മീഡിയത്തിലോ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് അടിപ്പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. അരി ഏകദേശം 90% വെന്താൽ മതി. അരി വെന്ത് തേങ്ങാപ്പാൽ വറ്റി കുറുകി വരുമ്പോൾ 1 കപ്പ് ഒന്നാം പാൽ ചേർക്കുക. അതായത് എത്ര അരി എടുത്തുവോ അതിൻ്റെ ഇരട്ടി ഒന്നാം പാൽ ചേർക്കണം. ഇനി പാൽ കുറുകുന്ന സമയം നമ്മൾക്ക് വിഷുക്കട്ട സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി അരിയിലേക്ക് 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ലേശം ഇടിച്ച് ചേർത്താൽ അത്രയും നല്ലതാണ്. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ വറ്റി എണ്ണ കിനിഞ്ഞു വരും. അതാണ് പാകം. ഈ എണ്ണയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. തേങ്ങാപ്പാൽ വറ്റിച്ചാൽ കിട്ടുന്ന എണ്ണയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും കുടൽപുണ്ണിനുമെല്ലാം ഒന്നാം തരം ഔഷധമാണ്. കൂടാതെ കുട്ടികളെ കുളിപ്പിക്കുവാനും ഈ എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണ പുരട്ടി വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കുക. എണ്ണ മുകളിൽ കിനിയുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി ഇത് ആറിയതിനു ശേഷം ഡീമോൾഡ് ചെയ്യുക. ഇനി ഇത് മുറിച്ച് നമ്മൾക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി വിഷുക്കട്ട തയ്യാർ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെയോ ശർക്കരപ്പാനി ഒഴിച്ചോ കഴിക്കാം. നമ്മളിന്നുണ്ടാക്കിയ ഈ 3 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.
വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. Yeah.